നമസ്കാരം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബി.ജെ.പിയിൽ രണ്ട് പക്ഷം. സെൻസറി വിവരങ്ങൾ പുറത്തായതോടെയാണ് ചർച്ച ദിശ മാറിയത്. സംഘപരിവാർ ശക്തികളെ ബി.ജെ.പിയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രംഗങ്ങളാണ് ചിത്രത്തിലുള്ളതെന്ന് അവകാശപ്പെട്ട നേതാക്കൾ കടുത്ത വിമർശനം ചിത്രത്തിനെതിരെ ഉന്നയിക്കുന്ന വേളയിലാണ് ഈ വിവരം പുറത്തുവരുന്നത്. സെൻസർ ബോർഡിലെ ബി.ജെ.പി അംഗങ്ങൾക്കെതിരെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ചിത്രത്തിന് 2 കട്ടുകൾ മാത്രമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചതെന്നാണ് ലഭ്യമായ വിവരം. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം 6 സെക്കൻഡ് കുറച്ചതാണ് അതിൽ ഒന്നാമത്തേത്. ദേശീയ പതാകയെക്കുറിച്ച് പരാമർശിക്കുന്ന 4 സെക്കൻഡ് വെട്ടിമാറ്റിയെങ്കിലും പകരം 4 സെക്കൻഡ് ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. നേരത്തെ തന്നെ ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ സെൻസറിംഗ് വീഴ്ചയെക്കുറിച്ച് ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ഈ വിശദാംശങ്ങൾ വന്നിരിക്കുന്നത്. ബി.ജെ.പി RSS നോമിനികൾ ബോർഡിൽ ഉണ്ടായിരുന്നിട്ടും ഇത്രയും വലിയ വീഴ്ച പറ്റിയതിൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ശക്തമാണ്. RSS നേതാക്കൾക്കുൾപ്പെടെ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പലരും നിലപാട് പരസ്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. എന്നാൽ പരസ്യ പ്രചാരണം വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, സിനിമയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേതാക്കളിൽ പലരും 2 തട്ടിലാണ്. സിനിമയെ സിനിമയായി മാത്രം കാണണമെന്ന നിലപാടാണ് ചിലർ പങ്കുവച്ചതെങ്കിൽ മറ്റു ചിലർ ഇത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മുതിർന്ന നേതാവ് MD രമേശ് സിനിമയെ സിനിമയായി മാത്രം കാണണമെന്ന നിലപാടാണ് പങ്കുവച്ചത്. സമാനമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ സിനിമയ്ക്ക് അനുകൂലമായി സമൂഹ മാധ്യമത്തിൽ പോസ്റ്ററും പങ്കുവച്ചിരുന്നു. ഇതൊക്കെയും മറുവിഭാഗത്തിന്റെ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. സെൻസർ ബോർഡിൽ ബി.ജെ.പി പ്രതിനിധികൾ ഇല്ലെന്നാണ് പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. നിലവിൽ സിനിമയ്ക്കെതിരെ പ്രചാരണം വേണ്ടെന്ന നിലപാടാണ് പാർട്ടി കൂട്ടായി എടുത്തിരിക്കുന്നതെങ്കിലും വലിയൊരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ സൈബർ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തിയേറ്ററിലെത്തിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന ചിത്രത്തിനെതിരെ സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് വ്യാപകമായ വിമർശനമാണ് വരുന്നത്. ചിത്രത്തിലെ പ്രധാന വില്ലനായി എത്തിയത് ഹിന്ദുത്വ നേതാവ് എന്ന നിലയിലായിരുന്നു. ഇതാണ് അവരെ കൂടുതലും ചൊടിപ്പിച്ചത്.